അണുബോംബ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്ലൂട്ടോണിയം. ഇന്ത്യയുടെ ശേഖരത്തിലെ പ്ലൂട്ടോണിയം കാണാതെ പോയി. ഇന്ത്യയുടെ ശേഖരത്തിൽ എന്ന് പറഞ്ഞാൽ 1965 CIA നെഹ്റുവിൻ്റെ അനുവാദത്തോടു കൂടി ചൈനയെ നിരീക്ഷിക്കാനായിട്ട് ഒരു ഉപകരണം നന്ദാദേവിയിൽ കൊണ്ട് സ്ഥാപിച്ചു. ഇന്ത്യക്ക് പങ്കാളിത്തമുണ്ട്. പങ്കാളിത്തമുണ്ട്. CBI അന്ന് വന്നിട്ടേ ഉള്ളൂ. CBIയുടെ സഹകരണത്തോടു കൂടിയും IBയുടെ സഹകരണത്തോടു കൂടിയൊക്കെയാണ് അന്ന് CIA ഇത് ചെയ്യുന്നത്. ചൈന 1962 നമ്മളെ ആക്രമിച്ചതാണല്ലോ. അപ്പോൾ ചൈനയോട് നമുക്ക് വിരോധമുണ്ട്. അപ്പം നെഹ്റു ഇതിനെ അനുവദിച്ചു. പക്ഷേ ഈ നിരീക്ഷണ സംവിധാനം ചൈനയെ നിരീക്ഷിക്കാനായിട്ട് ഏറ്റവും മുകളിൽ വേണമല്ലോ. ഒരു CIയുടെ ഓഫീസർ വന്നിട്ട് ഇത് എവറസ്റ്റിൽ കയറിയിട്ട് എവറസ്റ്റിൽ സ്ഥാപിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എവറസ്റ്റ് എന്ന് പറയുന്നത് ചൈനയുടെ തന്നെ അതിർത്തിയിലുള്ളതാണ്. അപ്പൊ ചൈനയ്ക്ക് ഇത് മനസ്സിലാവും. അപ്പൊ ഇത് എന്നാ പിന്നെ നന്ദാദേവിയിൽ സ്ഥാപിക്കാന്ന് പറഞ്ഞിട്ട് ശുപാർശ കൊടുത്തു. പൂർണ്ണമായും നമ്മുടെ അതിർത്തിക്കുള്ളിലാണ്. അപ്പൊ നന്ദാദേവിയിൽ ഇത് കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂട്ടോണിയം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ഒരു ഹിമപാതത്തില് ഒലിച്ചുപോയി. അപ്പോൾ ഈ ഉത്തരാഖണ്ഡ് പോലെയുള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ പല ആളുകൾക്കും പല അസുഖങ്ങളും വരുന്നത്, ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ഈ പ്ലൂട്ടോണിയത്തിൻ്റെ വികിരണമാകാം എന്ന് നിഷികാന്ത് ദുബെ MP കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഈ നന്ദാദേവിയിൽ കൊണ്ടുപോയി ഇത് വെച്ചത് ആ കാലത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മളിതൊന്നും അറിയുന്നില്ല. പക്ഷെ പിന്നീട് ഇത് പുറത്ത് ജനതാ സർക്കാരിൻ്റെ കാലത്ത് ആ കാലത്ത് ഇതും പിന്നെ ഒരു ചരിത്ര പേടകം കൊണ്ട് കുഴിച്ചിട്ടില്ലേ, അത് രണ്ടുമൊക്കെ വലിയ വിവാദമായിട്ട് വന്നിരുന്നു. ഈ നന്ദാദേവിയിലത്തത് ഒരു ഭീകര സംഭവമായിട്ട് തന്നെയാണ് ആ കാലത്ത് നമുക്ക് തോന്നിയിരുന്നത്. അപ്പോൾ ഇത് നിഷികാന്ത് ദുബെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഹോവാർഡ് കോഹൻ ദ നന്ദാദേവി കേപ്പർ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവത്തിനെ പറ്റി തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പറയാം. നെഹ്റു ഇന്ത്യയെ ഒറ്റി എന്നാണ് നിഷികാന്ത് ദുബെ പറയുന്നത്. കാരണം ഇത് ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് പ്ലൂട്ടോണിയം വരുന്നത്. അപ്പോൾ ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നിരീക്ഷണായുധം, അതാണ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അനാരോഗ്യത്തിന് ഇപ്പോഴത്തെ കാരണം. ആ നിരീക്ഷണ ആയുധം അവിടെ വെച്ച് കാണാതായി. ക്യാൻസർ, ആസ്മ, TB, ഡയബറ്റിസ്, ഇങ്ങനെ പലതും ഹിമാലയ സാനുക്കളിലെ സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, അസം, ഇത്രയും സ്ഥലങ്ങളിൽ ഈ അസുഖങ്ങൾ വ്യാപിക്കാനുള്ള കാരണം ഈ പ്ലൂട്ടോണിയം പടർന്നതായിരിക്കാം. അന്ന് ഹിമപാതത്തിൽ ഒലിച്ചു പോയത്. കാരണം അത് CIAയ്ക്കും അന്ന് ആശങ്കയുണ്ടായിരുന്നു എന്നുള്ളത് പുസ്തകത്തിലുണ്ട്. അവർ വീണ്ടും നന്ദാദേവിയിൽ വന്നിട്ട് ഹിമപാതമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം വന്നിട്ട് CIA നോക്കിയിരുന്നു ഇത് കിട്ടുമെന്ന്. ഉത്കണ്ഠ കാരണം കിട്ടിയില്ല. അപ്പോൾ 2014 അമേരിക്ക ഡീക്ലാസിഫൈ ചെയ്ത സ്റ്റേറ്റ് 094511 എന്ന് പറഞ്ഞ രേഖയിൽ ഡീക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമാക്കുന്നു. അതിൽ അവർ പറഞ്ഞിരുന്നു 1965 CIA ഇങ്ങനെ ഒരു രഹസ്യ ദൗത്യം നിർവഹിച്ചു. സിസ്റ്റംസ് ഫോർ ന്യൂക്ലിയർ ഓക്സിലിയറി പവർ, SNAP എന്ന് പറയുന്ന പരിപാടി സംവിധാനം. അതിൽ പ്ലൂട്ടോണിയം 238 ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഗംഗയുടെ ഉറവിടമായ നന്ദാദേവിയിൽ അത് സ്ഥാപിച്ചു. ചൈനയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കാലത്താണ് CBI പുതുതായിട്ട് ഉണ്ടായത്. CIAയുമായി സഹകരിച്ചു. ന്യൂക്ലിയർ ജനറേറ്റർ, അതാണ് ഇത്, അത് കാണാതായി ഹിമപാതത്തിൽ. CIA ഓഫീസർ ബിൽ മക്നെറ്റ് ഈ സംഭവത്തിൽ വലിയ ഉത്കണ്ഠ രേഖപ്പെടുത്തി. എന്നിട്ട് ഇത് ഗംഗയെ വിഷലിപ്തമാക്കുമല്ലോ എന്നുള്ളതാണ് ഉത്കണ്ഠ. എന്ന് പറഞ്ഞാൽ ഗംഗാ നദിയിൽ തന്നെ ഇതങ്ങ് പരക്കും എന്ന് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ബിൽ മക്നെറ്റ്. നെഹ്റുവിന് ഇത്രയ്ക്ക് ബുദ്ധിയും ബോധമൊന്നും ഇല്ലായിരുന്നോ? എന്താണ് ഇങ്ങനെ അഡ്വൈസ് ചെയ്യാൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരില്ലായിരുന്നോ? പ്രധാനമന്ത്രിക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഇതിന്റെ അപായ സൂചന, ആപത് സാധ്യതകൾ അങ്ങനെ ഒരു ഒന്നാമത് ഇപ്പം നമ്മൾ
സി എയുടെ ഇടപെടലിൽ നിന്ന് ഇതിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ദലൈലാമയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സി എയുടെ ഓപ്പറേഷനാണ്. അത് നെഹ്റു സമ്മതിച്ചുകൊണ്ടാണല്ലോ ഈ ചൈന എപ്പോഴും നമ്മളുമായിട്ട് ശത്രുതയിൽ നിൽക്കുന്ന ഈ ദലൈലാമ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് നമ്പർ 1. അവരുടെ ആഭ്യന്തര കാര്യത്തിൽ നമ്മൾ ഇടപെട്ടു എന്നുള്ളതാണ്. അത് ഇടപെട്ടു, പ്രവാസി സർക്കാർ ഉണ്ടാക്കാൻ സംഭവിച്ചു, അതിന് പ്രവർത്തിക്കാൻ സ്ഥലം കൊടുത്തു, നമ്മളിവിടെ അവരെ പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ, പല സ്ഥലങ്ങളിലായിട്ട് ഫണ്ട് കൊടുക്കുന്നു, എത്രയോ പേരെ. അപ്പോൾ ഇത് സി എ ഓപ്പറേഷനായിരുന്നു എന്നൊന്നും ആ കാലത്ത് അറിയില്ലായിരുന്നു. നമ്മൾ ഇവര് പലായനം ചെയ്ത് ഇങ്ങോട്ട് വന്നു, പലായനം ചെയ്തവരെ മുഴുവൻ ഇന്ത്യ സ്വീകരിക്കുന്നത് നമ്മുടെ പാരമ്പര്യമാണ് എന്നൊക്കെയുള്ള വിടുവായത്തൊക്കെയാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സി എ ഓപ്പറേഷനാണ്, അവർ ടിബറ്റിൽ പോയി ഇങ്ങനെ കടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ചൈന അധിനിവേശം നടത്തുമ്പോൾ എന്നൊക്കെയുള്ളത് പിൽക്കാലത്താണ് വെളിപ്പെടുന്നതൊക്കെ. അപ്പോൾ നെഹ്റു അങ്ങനെ പല കാര്യങ്ങളിലും സി എ ഇവിടെ വിമോചന സമരം അല്ലേ, സി എ പണം കൊടുത്തിട്ട് നടന്നത് ഇവിടെ. അപ്പോൾ സി എ ഇന്ദിരാഗാന്ധിയിൽ നിന്നും ഇത് മറച്ചു വച്ചിരുന്നു, പിന്നീട് ഇന്ദിര വരുമ്പോഴും. അപ്പോൾ ഡോക്യുമെൻ്റ് C00190094 അതിൽ പറയുന്നത് 2013 ഡീക്ലാസിഫൈ ചെയ്താണ് ഞാൻ ഈ പറഞ്ഞ രേഖ. അതിൽ പറയുന്നത് ഒഡീഷയിലെ ചർബാത്യ വ്യോമത്താവളം അമേരിക്കയ്ക്ക് U-2 വിമാനങ്ങളൊക്കെ വന്ന് നിരീക്ഷണ ദൗത്യങ്ങൾക്ക് വിട്ടുകൊടുത്തു നെഹ്റു. ഒഡീഷയിലെ വ്യോമത്താവളം ചർബാത്യ നെഹ്റു സി എക്ക് വിട്ടുകൊടുത്തു. ഇങ്ങനെ ചൈന നിങ്ങൾ എന്ത് വേണം, കാരണം ആ യുദ്ധത്തിൽ തോറ്റതിൻ്റെ ഒരു ചുരുക്ക് കാരണം ഇങ്ങേരുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട കൗള് അന്ന് ഈ കമാൻഡിൻ്റെ മേധാവിയായിരുന്നു. ചൈന അതിർത്തി നിരീക്ഷിക്കാൻ ടിബറ്റിൻ്റെ മേൽ ഈ അമേരിക്കൻ വിമാനങ്ങൾ പറക്കാനാണ് ഒഡീഷയിലെ വ്യോമത്താവളം നെഹ്റു വിട്ടുകൊടുത്തത്. അപ്പോൾ പ്ലൂട്ടോണിയം 238 500 കൊല്ലം അതിന് ആയുസ്സുണ്ട്. 500 കൊല്ലം അതിന് റേഡിയേഷൻ ഉണ്ടാവും, പ്രവർത്തിക്കാം വികിരണമൊക്കെ ആയിട്ട്. അപ്പോൾ കോഹൻ്റെ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ സി എയുടെ ഉത്കണ്ഠകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ദൗത്യം നിർവഹിച്ച ശേഷം സി എയുടെ പർവ്വതാരോഹകർ ഇതിലെ അധാർമികത ആ കാലത്ത് പങ്കുവച്ചിരുന്നു. നമ്മൾ കൊണ്ടുപോയി ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ പ്ലൂട്ടോണിയം ഒക്കെ വയ്ക്കുന്നത് ആ രാജ്യത്തിന് ഹാനികരമല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു, എത്തിക്കൽ പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ ഹിമാലയത്തിൽ കൊണ്ടുവയ്ക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ. നന്ദാദേവി പ്ലൂട്ടോണിയം മിഷൻ എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത്. സിൻജിയാങ് ഉണ്ടല്ലോ ചൈനയിലെ മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന പ്രവിശ്യ, ഇപ്പം മുസ്ലിങ്ങളൊക്കെ കുറവാണ്, ഉന്മൂലനം ചെയ്തിട്ട് മോസ്കുകളൊക്കെ ഇടിച്ചു നിരത്തി. സിൻജിയാങ്ങിലാണ് ആണവ പരീക്ഷണങ്ങൾ ചൈന നടത്തിക്കൊണ്ടിരുന്നത്. ആ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള വ്യാജേനയാണ് ഇത് കൊണ്ടുവച്ചത്. ന്യൂക്ലിയർ പവേർഡ് റിമോട്ട് സെൻസിങ് സ്റ്റേഷൻ ആയിരുന്നു ഇത് നന്ദാദേവിയിൽ. അപ്പോൾ പ്ലൂട്ടോണിയം പവേർഡ് റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ആണ് ഇതിലുണ്ടായിരുന്നത്. ഈ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാനുള്ള റിയാക്ടർ. അതെ. 1963 അമേരിക്കൻ എയർഫോഴ്സ് ഓഫീസർ എവറസ്റ്റിൽ കയറി. എന്നിട്ട് ഷർപ്പകൾ കൊടുമുടിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തോളും എന്ന് അങ്ങേര് ശുപാർശ ചെയ്തു. എവറസ്റ്റ് ചൈന അതിർത്തിയിലാണെന്ന് കണ്ടിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് നന്ദാദേവി ആകട്ടെ എന്ന് തീരുമാനിച്ചു. 25,645 അടി ആണ് നന്ദാദേവി ഉയരം. 1965 ഒക്ടോബറിലാണ് ഇത് കൊണ്ടുവച്ചത് പ്ലൂട്ടോണിയം. 8 മുതൽ 10 അടി വരെയുള്ള ആൻറ്റന ഉണ്ടായിരുന്നു. 2 ട്രാൻസ്മിറ്റർ സെറ്റുകൾ, പിന്നെ പ്ലൂട്ടോണിയം പവേർഡ് റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ. ഇത്രയുമാണ് ഈ സംവിധാനം. 7 പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾ അതിലുണ്ടായിരുന്നു. 7 പ്ലൂട്ടോണിയം ക്യാപ്സ്യൂൾ. ക്യാമ്പ് 4, ആ ക്യാമ്പ് 4ലാണ് ഈ ഇതുമായിട്ട് ഈ സംവിധാനമൊക്കെ ചെന്ന് ക്യാമ്പ് 4 എത്തിയപ്പോഴാണ് ഹിമപാതം വരുന്നത്. എന്നിട്ട്
ആ ദൗത്യസംഘത്തിൻ്റെ നേതാവ് മൻമോഹൻ സിംഗ് കോഹ്ലി ആ ഹിമപാതത്തോടുകൂടി ഇത് കാണാതായി കഴിഞ്ഞപ്പം മടങ്ങി, നന്ദാദേവി വിട്ടു. 1966 മെയ്യിൽ ക്യാമ്പ് 4 CIA ഒരു സംഘം എത്തി. അവർക്കിത് കിട്ടിയില്ല, ഇത് പോയിരുന്നു. അപ്പോൾ ഡേവ് ഡിങ്മാൻ ഈ ന്യൂട്രോൺ ഡിറ്റക്ടർ കൊണ്ട് സ്കാൻ ചെയ്തു, ഈ പ്രദേശം മുഴുവൻ സ്കാൻ ചെയ്തു നോക്കി, കിട്ടിയില്ല. അതാണ്. അപ്പോൾ ഒരുപാട് ദൂരേക്ക് ഇത് പോയിട്ടുണ്ട്. ഹിമപാതം എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്. റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതെ, ആ പ്രദേശത്തൊന്നും ആ സമയത്ത് ഇല്ല എന്നുള്ളത്. അപ്പോൾ അതാണിപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലെ സംസ്ഥാനങ്ങളിലൊക്കെ ഈ രോഗം. നമ്മൾ ഈ ഏലൂരിലുമൊക്കെ ഒരുപാട് പേർക്ക് ആസ്മയൊക്കെ വരുന്നതൊക്കെ അറിയാമല്ലോ, ഉദ്യോഗമണ്ഡൽ ഭാഗത്തുമൊക്കെ. അത് അവിടുത്തെ തന്നെ വ്യവസായ വിഷം കൊണ്ടാണ്, ഈ പ്ലൂട്ടോണിയം കൊണ്ട് എന്ന് പറഞ്ഞാൽ. ഇത് പിന്നീട് നെഹ്റു ചെയ്തതാണല്ലോ എന്നുള്ളത് കൊണ്ട് ഇന്ദിരാഗാന്ധി ഒന്നും ഇത് അന്വേഷിക്കാനും മെനക്കെട്ടിട്ടില്ല, ഈ അനാരോഗ്യം. ഇനി ഇതിനെപ്പറ്റിയൊക്കെ നല്ല പഠനം നടക്കണം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.